മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നിന്റെ കളപ്പുരകളിലും നിന്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. വചനപ്രശോഭിതമായ ലോഗോസ് മത്സരങ്ങളുടെ അവസാന ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ABCDEF എന്നീ വിവിധ പ്രായവിഭാഗങ്ങളിലായി ഇത്തവണ 4,48,836 പേരാണ് ലോഗോസ് പരീക്ഷ എഴുതിയത്. എ വിഭാഗത്തിൽ നിന്നും 68,859 പേർ, ബിയിൽ നിന്നും 1,86,458 പേർ, സി വിഭാഗത്തിൽ നിന്നും 80,650 പേർ, ഡി വിഭാഗത്തിൽ നിന്നും 67,210 പേർ, ഇയിൽ നിന്നും 34,427 പേർ, ഏറ്റവും സീനിയർ വിഭാഗമായ എഫ് വിഭാഗത്തിൽ നിന്നും 11,232 പേർ. ഈ ഓരോ വിഭാഗങ്ങളിൽ നിന്നുമായി ഇടവക, റീജിയൻ, സംസ്ഥാന തല മത്സരങ്ങൾ വിജയിച്ച് 1-ാം സ്ഥാനത്തെത്തിയ 6 മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന ലോഗോസ് ഗ്രാൻഡ് ഫിനാലെ, ലോഗോസ് പ്രതിഭ 2024 നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അരുവിക്കരയിലെ പനിനീർ ചെടിയിലെ സുന്ദര മൊട്ടുകൾ പോലെ 6 മത്സരാർത്ഥികൾ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. എ വിഭാഗത്തിൽ നിന്നും കോതമംഗലം രൂപതയുടെ ജിസ്മോൻ സണ്ണി, ഈ വിഭാഗത്തിൽ നിന്നും താമരശ്ശേരി രൂപതയുടെ ലിയ ട്രീസ സുനിൽ, ഈ വിഭാഗത്തിലെ പാലാ രൂപതയുടെ ലിസ് മരിയ തോമസ്, ഈ വിഭാഗത്തിൽ നിന്നും മൂവാറ്റുപുഴ മലങ്കര രൂപതയുടെ ഷിബു തോമസ്, ഇയിൽ നിന്നും ഇരിങ്ങാലക്കുട രൂപതയുടെ ബീന ഡേവിസ്, എഫ് വിഭാഗത്തിൽ നിന്നും തൃശൂർ അതിരൂപതയുടെ ആനി ജോർജ്, ലോഗോസ് എഴുത്തു പരീക്ഷകൾ കഴിഞ്ഞു വന്നിരിക്കുന്ന പ്രതിഭാ മത്സരാർത്ഥികളെ ഈ വേദിയിൽ കാത്തിരിക്കുന്നത് വ്യത്യസ്തങ്ങളായ ഓഡിയോ വിഷ്വൽ റൗണ്ടുകൾ അടങ്ങിയ ചോദ്യോത്തര റൗണ്ടുകളാണ്. ഇങ്ങനെ 9 റൗണ്ടുകൾ തയ്യാറാക്കി നമുക്കായി എത്തിയിരിക്കുന്ന ക്വിസ് മാസ്റ്റർ, മെർസിഡേറിയൻ ഫ്രയർ ഡെലിഗേറ്റ് സുപ്പീരിയറായ റെവറൻഡ് ഡോക്ടർ മാർട്ടിൻ ആന്റണി ഓദം ആണ്. KRLCBC തിയോളജി കമ്മീഷൻ സെക്രട്ടറി കൂടിയായ നമ്മുടെ ക്വിസ് മാസ്റ്ററെ നമുക്ക് സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റെവറൻഡ് ഡോക്ടർ മാർട്ടിൻ ആന്റണി. അച്ഛാ, അപ്പൊ അച്ഛന്റെ സ്നേഹസ്വാഗതം. നമുക്ക് ലോഗോസ് പ്രതിഭാ മത്സരം തുടങ്ങിയേക്കാം അല്ലേ അച്ഛാ? ഓക്കെ, താങ്ക് യു ജിഷ. എസക്കേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം. എസക്കേൽ പ്രവാചകന് ചുരുള് ലഭിക്കുന്ന ഒരു രംഗം. ചുരുളെന്ന് പറഞ്ഞാൽ ബൈബിള് തന്നെയാണ്, വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുകയാണ്. ആ ചുരുളിൻ്റെ അകത്തും പുറത്തും എഴുതിയിരുന്നു എന്ന് പറയുന്നു. അകത്തും പുറത്തും എന്താണ് എഴുതിയിരുന്നത് എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വചനം പറയുന്നത് അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും എഴുതിയിരുന്നു എന്നാണ്. വിശുദ്ധ ഗ്രന്ഥം നൽകി അതിൻ്റെ അകത്തും പുറത്തും എഴുത്തുണ്ട്. അതിൽ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളുമാണ്.
എന്നിട്ട് ദൈവദൂതൻ അവനോട് പറയുകയാണ്, നീ ഇത് ഭക്ഷിക്കുക. അവനത് ഭക്ഷിച്ചു, നാവിലത് മധുരമായി അനുഭവപ്പെട്ടു എന്ന്. ഈ വിലാപങ്ങളും പരിദേവനങ്ങളും ദുരിതങ്ങളും ഹീബ്രുവിലെ കിനിം വാഹേഗഹ് വാഹി എന്നാണ്. കിനിം വാഹേഗഹ് വാഹി. അതിലെ പരിദേവനങ്ങൾ എന്ന പദം ഹേഗഹ് എന്ന പദമാണ് ഹീബ്രുവിൽ. ഹേഗഹ് ഒരു നാമമായി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പരിദേവനം, നൊമ്പരം, ഉള്ളിലെ വേദന എന്നൊക്കെയാണ്. ഈ ഹേഗഹ് എന്ന പദം തന്നെ ഒരു ക്രിയയായി ഉപയോഗിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ അതിൻ്റെ അർത്ഥം ഓർക്കുക, ധ്യാനിക്കുക, മനനം ചെയ്യുക എന്നൊക്കെയാണ്. ഉദാഹരണമായിട്ട് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ മോശ ജോഷുവയോട് പറയുന്നു, നീ നിയമം ധ്യാനിക്കണം എന്ന് പറയുമ്പോൾ ഈ ഹേഗഹ് എന്ന വാക്ക ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ജെറമ്യ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ അവിടെ ഈ ഹേഗഹ് എന്ന പദം ഓർക്കുക, ഓർക്കും എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിക്കളക്ട് എന്നൊരർത്ഥത്തിലാണ്. സങ്കീർത്തനം 1-2-ാമത്തെ വചനത്തിൽ ദൈവത്തിൻ്റെ നിയമം, കർത്താവിൻ്റെ നിയമം ധ്യാനിക്കുക എന്ന രീതിയിലാണ്. അതായത് ഹേഗഹ് എന്ന പദം നാമമായിട്ട് വരുമ്പോൾ പരിദേവനവും, ക്രിയയായിട്ട് വരുമ്പോൾ ധ്യാനവുമാണ്. ഈ ബൈബിളിൻ്റെ അകത്ത് ധ്യാനിക്കാനുള്ള വിഷയം എന്താണ് എന്ന് ചോദിച്ചാൽ പരിദേവനങ്ങളാ, ദുരിതങ്ങളാ, വിലാപങ്ങളാ. ആരുടെ പരിദേവനങ്ങൾ, ആരുടെ വിലാപങ്ങൾ, ആരുടെ നൊമ്പരങ്ങൾ, ആരുടെ ദുരിതങ്ങൾ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ ചുറ്റുമുള്ളവരുടെ ആയിരിക്കും. അതിനെ ധ്യാനിച്ച് പ്രഘോഷിക്കുക എന്ന് പറഞ്ഞ് എളുപ്പമല്ല. അതുകൊണ്ട് വചനം പഠിക്കുക എന്ന് പറയുമ്പോൾ മാനുഷികതയുടെ പൂർണ്ണമായൊരു ഉണർവിലേക്ക് നമുക്ക് എത്തിച്ചെല്ലാൻ പറ്റും എന്നതാണ്. അതുകൊണ്ടാണ് മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയാണ് വിശുദ്ധി എന്ന് പറയുന്നത്. വചനം പഠിക്കുന്നവൻ, വചനത്തിലേക്ക് ആഴമായി ഇറങ്ങിച്ചെല്ലുന്നവന് മനുഷ്യരുടെ നൊമ്പരങ്ങളെ കാണാൻ പറ്റും എന്നതാണ്. അങ്ങനെ കടന്നു വന്ന 6 പേർ നമ്മുടെ ഇടയിലുണ്ട്. അവർ വചനത്തെ ഉപാസിച്ചവരാ, ധ്യാനിച്ചവരാ, ഓർത്തവരാ, മനനം ചെയ്തവരാ, വിചിന്തനം ചെയ്തവരാ. ഇനി ഈ വചനഭാഗം തന്നെ നമുക്ക് വെളിപാടിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഇതേ വചനഭാഗം തന്നെയാ. ആ ചുരുള് കൊടുക്കുന്നു, ചുരുള് ഭക്ഷിച്ചപ്പോൾ നാവിൽ മധുരമായി. വെളിപാടിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം കൂടി പറയുന്നു, എന്താണെന്നോ, ഉദരത്തിൽ അത് കയ്പായി മാറി എന്നാണ്. വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ നൊമ്പരങ്ങള് ഇത്തിരി മധുരമായി അനുഭവപ്പെട്ടാലും ധ്യാനം ഒരു മധുര അനുഭവം തന്നെയാണ്. പക്ഷെ അത് പ്രഘോഷിക്കുമ്പോഴോ അത് കയ്പാകും. ആ ഒരു കയ്പ് അനുഭവം പുതിയ നിയമത്തിൽ വെളിപാടിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ധ്യാനിച്ച് ഭക്ഷിച്ച് ഉദരത്തിൽ ചെന്ന് അത് പ്രവൃത്തി പദത്തിലേക്ക് വരും. അതുകൊണ്ട് ഓരോ വർഷത്തെയും ലോഗോസ് ക്വിസില് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് വചനം കാണാപ്പാഠം പഠനത്തെ തലമാണ്. നമുക്ക് പ്രാർത്ഥിക്കണം ഇവർക്ക് വേണ്ടി. ഈ ഒരു നിമിഷം അവരുടെ മനസ്സുകളിലും അവരുടെ ചിന്തകളിലും അവരുടെ ഹൃദയങ്ങളിലും ആ ദൈവിക ചോദനയെ നിലനിർത്തുവാനും, ഒപ്പം ഇതൊരു മത്സരമല്ല, മറിച്ച് ഇതൊരു ദൈവികമായ പങ്കാളിത്തമാണെന്ന അവബോധത്തോടുകൂടെ ഇതിൽ പങ്കുചേരാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇവരെ 6 പേരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സംരംഭം, ഈ ഒരു
ചോദ്യോത്തര വേളയിലേക്ക് സ്നേഹപൂർവം എല്ലാ ചൈതന്യത്തോടും കൂടി പ്രവേശിക്കാം. മാർട്ടിനച്ച, നമുക്ക് എല്ലാ വർഷവും നമ്മുടെ ക്വിസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ക്വിസ് മാസ്റ്ററെയും കണ്ടസ്റ്റൻസിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ജൂറി പാനൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്രാവശ്യമുള്ള ജൂറി പാനലിന് കൂടെ നമുക്ക് കണ്ടസ്റ്റൻസിനും ഓഡിയൻസിനും ഒന്ന് പരിചയപ്പെടുത്തിയാലോ? വളരെ നല്ല കാര്യം. ഓക്കെ. ബൈബിൾ പണ്ഡിതരും മുൻ ലോഗോസ് പ്രതിഭകളും അടങ്ങുന്ന ഒരു ജൂറി പാനലാണ് എല്ലാ വർഷവും പോലെ ഇപ്പോഴും നമുക്കുള്ളത്, ഈ വർഷവും നമുക്കുള്ളത്. ഇത്തവണത്തെ പാനലിൽ അംഗങ്ങളായിട്ടുള്ളവർ റെവറൻഡ് ഡോക്ടർ ജോൺസൺ പുതുശ്ശേരി CST, റെവറൻഡ് ഡോക്ടർ ജോഷി മയാറ്റിൽ, റെവറൻഡ് ഡോക്ടർ മരിയ മൈക്കിൾ, റെവറൻഡ് ഫാദർ ഡേവിഡ് നെറ്റിക്കാടൻ, റെവറൻഡ് സിസ്റ്റർ ബെറ്റി LAR, മിസ്റ്റർ ടോണി K ബേബി, മിസ് നിമ ലിൻഡോ, മിസ് റോസ്മേരി, മിസ് മെർസി ജോർജ് ആൻഡ് മിസ് അമല ഷിൻഡോ. ജൂറി പാനലിനും ഇന്നത്തെ ക്വിസ് മത്സരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പങ്കാളികളെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാം നമ്പറിൽ നിൽക്കുന്നത് മോളുടെ പേര് ലിസ്മരിയ തോമസ്. ലിസ്മരിയ തോമസ്. എന്ത് ചെയ്യുന്നു? ഞാൻ +2 പഠിക്കുക. +2 പഠിക്കുന്നില്ലേ? ആ, എവിടെയാണ്? സെന്റ് ജോർജ് HSS അരുവിത്തറ. അരുവിത്തറ. ആ, പാലാരൂപത. പാലാരൂപത. വീട്ടിലാരൊക്കെ ഉണ്ട് മോളെ? വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അമ്മച്ചിയുണ്ട്. ലിയ ട്രീസ സുനിൽ. ആ, ഇത് നമ്മുടെ പഴയ ആള് തന്നെയാണ്. അതെ. മോള് രൂപത താമരശ്ശേരി. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? പപ്പ, അമ്മ, 2 അനിയന്മാര്. ആ, എത്രയിലാ പഠിക്കുന്നത്? +1. ആ, ഷിബു തോമസ്. സുഖമായിട്ടിരിക്കുന്നു? സുഖമാണ്. ഞാൻ മൂവാറ്റുപുഴ രൂപതയിൽ നിന്ന് വരുന്നു. കൊണ്ടാഴി എന്ന് പറയുന്ന ഇടവകയിൽ നിന്നാണ്. എനിക്ക് വീട്ടിൽ അമ്മ, ഭാര്യ, ഒരു മോന്, ഒരു മോള് ഇവരൊക്കെയാണുള്ളത്. ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആന ചേച്ചി നമ്മുടെ സ്ഥിരമായിട്ട് കാണുന്ന ചേച്ചിയുടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾക്ക് ഇനി ചിലപ്പോൾ ഒരു അവാർഡ് കൊടുക്കേണ്ടി വരും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു രീതിയിലൊരു മൊമെൻ്റോ ഒക്കെ കൊടുത്ത് ആദരിക്കേണ്ട ഒരു സമയം തന്നെയാണ് കേട്ടോ. നമ്മളതൊന്ന് ലോഗോസിൻ്റെ കമ്മീഷനോടൊന്ന് നമുക്ക് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ചേച്ചി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഏത് തൃശ്ശൂർ അതിരൂപതര? ആ, സുഖമായിട്ടിരിക്കുന്ന. പിന്നെ പഠനമൊക്കെ നല്ലപോലെ കഴിഞ്ഞ പ്രാവശ്യം നല്ലപോലെ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആർക്കും പറയാൻ പറ്റാത്ത ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആന ചേച്ചിയാണ് പറഞ്ഞത്. ഈ പ്രാവശ്യം അതേപോലെ തന്നെ കയറി വരാൻ സാധിക്കും. മോനെ ജിസ്മോൻ യൂട്യൂബിലെ താരമാണ്. ഇനി ഇവിടത്തെയും താരം തന്നെയാണ്. കഴിഞ്ഞ വർഷവും ഇവിടെ തന്നെ. മോനിപ്പോൾ എത്രയിലാണ് പഠിക്കുന്നത്? 6ൽ പഠിക്കും. ആ, എവിടെയെന്നോ? ഏത് സ്കൂളാണ്? സെന്റ് അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കല്ലൂർക്കാട്. കല്ലൂർക്ക്. അത് എവിടെയാണത്? വാഴക്കുളം. വാഴക്കുളം ഭാഗത്തല്ലേ? ആ, ആരൊക്കെ വന്നിട്ടുണ്ട് ഇന്ന്? പപ്പയും മമ്മിയും. പപ്പയും മമ്മിയും വന്നിട്ടുണ്ട്. ചേട്ടനോ അനുജനോ അനിയത്തിയോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? ആരില്ല. ആ, ഓക്കെ. ബീന ഡേവിസ് ചേച്ചി ഫൈനലിൽ എത്തിയേക്കണ ആദ്യമായിട്ടാണ് അല്ലേ? അതാണ്. അല്ല, ഈ സെമി ഫൈനൽ വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. കഴിഞ്ഞ വർഷം 3rd പ്രൈസ് ഉണ്ടായിരുന്നു. ആ, അതാണ്. അപ്പൊ ഇപ്പോൾ ആദ്യമായിട്ടാണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല. ഇല്ലേ? എനിക്കുണ്ട് ടെൻഷൻ. ടെൻഷൻ പിടിക്കരുതെന്നല്ല ഈശോ പറഞ്ഞേക്കണേ. വിശ്വാസം. അത് തന്നെ. ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? ഭർത്താവ്, 2 മക്കള്, 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. മോനൊരു കുട്ടിയുണ്ട്, മോൾക്ക് 2 കുട്ടികളുണ്ട്. പ്രിയമുള്ളവരെ, ലോഗോസ് പ്രതിഭ 2024 ആദ്യത്തെ റൗണ്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ആദ്യത്തെ റൗണ്ട് ഡിസണൻസ്. അച്ഛാ, ഈ ഡിസണൻസ് റൗണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന്റെ ഒരു പ്രത്യേക അർത്ഥം വാക്കിനുണ്ട് എന്ന് അച്ഛൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. എന്താണ് അതിന്റെ അർത്ഥം അച്ഛാ? ഈ വർഷത്തെ ലോഗോസ് ക്വിസിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ ഈ റൗണ്ടുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് നമ്മുടെ ഈ പഠനഭാഗം, ആ പഠനഭാഗങ്ങളിൽ വരുന്ന ചില സാഹിത്യ വ്യാഖ്യാന പ്രത്യേകതകളെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചില സാഹിത്യ വ്യാഖ്യാന പ്രഭാഷണ കലകളുടെ എല്ലാം ചില പ്രത്യേകതകൾ ഈ പഠനഭാഗത്തുണ്ട്. ന്യായാധിപതിൻ്റെ പുസ്തകം,
പ്രഭാഷകന്റെ പുസ്തകത്തിൽ, ലൂക്കായുടെ സുവിശേഷത്തിൽ, അല്ലെങ്കിൽ 2 കൊറിന്തോസിൽ. അപ്പോൾ ആ ചില സാഹിത്യ സങ്കേതങ്ങളുടെയും പേരുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ റൗണ്ടിന് കൊടുത്തിരിക്കുന്നത് ഡിസൊണൻസ് എന്ന ഒരു സാഹിത്യ സങ്കേതമാണ്. അതായത് ഒരു ആഖ്യാനത്തിൻ്റെ ഘടനയുടെ താളത്തെ താറുമാറാക്കുന്ന വാചകങ്ങൾക്ക് നൽകുന്ന പേരാണ്. ഒരു ആഖ്യാനം ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പോവുകയാണ്, ഒരു കഥ ഇങ്ങനെ സുഖമായിട്ട് പോവുകയാണ്. അങ്ങനെ ഈ കഥ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ പെട്ടെന്ന് അതാ നോക്കൂ, ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് അവിടെ നിൽക്കുന്നു. ആ ആഖ്യാനം അങ്ങനെ തന്നെ താറുമാറായി. ന്യായാധിപന്റെ പുസ്തകം നിങ്ങൾ പഠിച്ചതല്ലേ? നമ്മളത് ആ നല്ല പോലെ കഥ ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ എവിടെയാ ഒരു കാവ്യശകലം പോലെ കാണുന്നത്? ഏത് അധ്യായത്തിലാണ്? ഓർമ്മയുണ്ടോ? റബേക്കയുടെ 5-ാം അധ്യായം അല്ലേ? അതിങ്ങനെ കഥ ഇങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തന്നെ ആ ഫ്ലോ അങ്ങ് നഷ്ടപ്പെടുന്ന, അത് താറുമാറാകുന്ന ഒരവസ്ഥ വരികയാണ്. അതൊരു സാഹിത്യത്തിൻ്റെ ശൈലിയാണ്. അങ്ങനത്തെ ഒരു ശൈലി നമ്മളുടെ ഈ പഠനഭാഗത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നതാണ്. അതാണ്. അപ്പോൾ ഇത് ഡിസൊണൻസ് എന്നാണ് നമ്മളുടെ ഈ റൗണ്ടിന് നൽകുന്ന പേര്. ചില താറുമാറാകുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടാകും, എളുപ്പമായിരിക്കും, പക്ഷേ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചോദ്യത്തെക്കുറിച്ച്, ഈ റൗണ്ടിനെ കുറിച്ച് ജിഷ പറയുന്നതായി. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഡിസണൻസ് റൗണ്ട്. ഈ ഡിസണൻസ് റൗണ്ടിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന്, ക്വിസ് മാസ്റ്റർ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിക്കുക. ഇനി ആ ചോദ്യം ഏത് ഭാഗത്തിൽ നിന്നാണ്, ഏത് പുസ്തകത്തിൽ നിന്നാണ്, ഏത് അധ്യായമാണ്, ഏത് വാക്യമാണ്, ഇതും കൂടെ നിങ്ങൾ ഉത്തരമായിട്ട് പറയണം. പിന്നെ ഈ ചോദ്യം പാസ് ചെയ്യുന്ന റൗണ്ട് അല്ല, അതുകൊണ്ട് ക്ലോക്ക് വൈസിലായിരിക്കും നിങ്ങളോട് ചോദിക്കുക. 1, 2, 3 എന്നുള്ള ക്രമത്തിലായിരിക്കും ചോദിക്കുക. ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞ് നിങ്ങളുടെ സ്കോർ കരസ്ഥമാക്കാം. അടുത്ത ചോദ്യം അടുത്ത ആളിലേക്കായിരിക്കും പോവുക. ഉത്തരം അറിയില്ലെങ്കിൽ ക്വിസ് മാസ്റ്റർ നമ്മളെ സഹായിക്കും, ഉത്തരം പറഞ്ഞ് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യത്തെ റൗണ്ടിൽ തന്നെ മുഴുവനും സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാസ്റ്റർ, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒരു വചനമാണ് കേട്ടോ തരുന്നത്. ആ വചനം ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. ആ വചനത്തിൻ്റെ അധ്യായം ഏതാണ്, വാക്യം ഏതാണ് എന്ന് പറയുക. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് ചോദ്യം മോളോടാണ്, ലിസ് അല്ലേ, ലിസിനോടാണ്. കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? തെറ്റാ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 'അധിക സമയം നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. 40-ാം തിരുവചനം. എന്താണ് തെറ്റെന്ന് അത് പറയാൻ പറ്റും. നീ കാണുന്നില്ലെന്നല്ല, നീ ശ്രദ്ധിക്കുന്നില്ലെന്ന. ശരി ഉത്തരമാണ്. നമ്മൾക്ക് എല്ലാവർക്കും കൈയടിക്കാം. വളരെ സുന്ദരമായിട്ട് തന്നെ പറഞ്ഞു. ലിസ് മരിയ തോമസ്, ഡെൻമാർക്ക്. അടുത്ത ചോദ്യം ലിയയോടാണ്. തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചു. തെറ്റാണ്. ന്യായാധിപന്മാർ 2-ാം അധ്യായം 17-ാം വാക്യം. ഓക്കെ, ന്യായാധിപന്മാർ 2-ാം അധ്യായം 17-ാം വാക്യം എന്നാണ് ലിയാമോൾ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ഇതെന്താണ്, എങ്ങനെയാണ് ആ വചനം എന്നത്. ആ വചനം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു. ശരിയായിട്ടുള്ള കാര്യം തന്നെ. അതിൻ്റെ അത്ര തെറ്റില്ല. വചനവും തെറ്റി. അത് 18-ാമത്തെ വചനമാണ്. ആ 18-ാമത്തെ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സുന്ദരമായൊരു പദം കടന്നു. അനുകമ്പ ജനിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നഹാസ് എന്നൊരു വാക്കാണ്. ഫെൽറ്റ് സോറി
എന്ന് വേണമെങ്കിലും നമുക്കത് മനസ്സിലാക്കാം. ഫെൽറ്റ് സോറി, ഖേദിച്ചു, അല്ലെങ്കിൽ അവന് സങ്കടം വന്നു, അവന് ഉള്ളിലൊരു ബുദ്ധിമുട്ടുണ്ടായി എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത്. ആ ഒരു അർത്ഥതലവും കൂടിയൊക്കെ ഉള്ള സുന്ദരമായൊരു വചനഭാഗമാണ്. ദൈവത്തിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു, തങ്ങളെ പീഡിപ്പിക്കുകയും. കാരണം ഇവരെന്താ ചെയ്യും? ഇവർ മറ്റു ദേവന്മാരെയും അനുസരണമില്ലാതെയൊക്കെ പോകുമ്പോൾ ദൈവത്തിന് തന്നെ ഒരു സങ്കടം ഉള്ളിൽ വരികയാണ്. അപ്പം മോളെ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു, പക്ഷേ വചനം മാറിപ്പോയി എന്നതാണ് പറഞ്ഞതും. ഇത് ഉത്തരത്തിലും തെറ്റ് സംഭവിച്ചു. അപ്പം ലിയ മോളെ ഈ റൗണ്ടിൽ മോൾക്ക് ഒന്നും കിട്ടിയില്ല, പക്ഷെ അടുത്ത റൗണ്ടിൽ നമുക്കത് പിടിക്കാൻ സാധിക്കും. ഇപ്പോൾ അത് ആകെ ഒരു കൺഫ്യൂഷൻ വന്നതുകൊണ്ടായിരിക്കും, ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, വന്നു. നമുക്ക് പിടിക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് ഷിബു ചേട്ടനോടാണ് ചോദ്യം. നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. ശരിയോ തെറ്റോ? വചനം ഏത്? തെറ്റാണ്. 2 കൊറിന്തോസ് 7-ാം അധ്യായം 7-ാം വാക്യം. 2 കൊറിന്തോസ് 7-ാം അധ്യായം 7-ാം വചനം എന്നാണ് ഷിബു തോമസ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം ശരിയാണോ തെറ്റാണോ എന്നാണ്. തെറ്റ് എന്നാണ് പറഞ്ഞത്. 2 കൊറിന്തോസ് 7-ാം അധ്യായം 7-ാമത്തെ വചനം എന്നുമാണ് പറഞ്ഞത്. തീക്ഷ്ണതയില്ല എന്ന് പറയുകയുണ്ടായിരുന്നു. നോക്കുക, നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെയും കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. 2 കൊറിന്തോസ് 7-ാം അധ്യായം 7-ാമത്തെ വചനം. കൈയടിക്കുക എല്ലാവരും. അപ്പോൾ 10 മാർക്ക് കിട്ടിയിരിക്കുകയാണ് ഷിബു തോമസിന്. അടുത്തത് ആനി ജോർജ് ചേച്ചിയോടാണ്. റെഡിയാണോ? റെഡി. നമുക്ക് നോക്കാം. ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനായി ആര് നിയമിച്ചു? ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. വചനം ഏതാണെന്ന് പറയാൻ സാധിക്കും? ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 14-ാം വാക്യം. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 14-ാം വാക്യം എന്നാണ് പറഞ്ഞത്. ശരിയാണ് എന്നുമാണ് പറഞ്ഞത്. നമുക്കൊന്ന് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം നോക്കാം, പിന്നീട് നമുക്ക് വചനം ഏതാണെന്ന്. ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു? വചനം കറക്റ്റാ, ഒരു വാക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ 5 മാർക്കുണ്ട്. 5 മാർക്കുണ്ട് എന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ കൈയടിക്കുക എല്ലാവരും. അടുത്തത് ജിസ്മോൻ കുട്ടനോടാണ്. കുട്ടൻ റെഡിയാണോ? ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. ഈ വചനം ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനെന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 12-ാം വാക്യം. നമുക്ക് നോക്കാം ശരിയാണോ തെറ്റാണോ എന്ന്. ദൈവഭക്തനും കൽപ്പനകൾ പാലിക്കുന്നവനും നിന്ന് ഉറപ്പുള്ളവനും നിന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്നവനും നിന്റെ പരാജയത്തിൽ സഹതപിക്കുന്നവനുമായ ഒരുവനോട് എപ്പോഴും ഒട്ടി നിൽക്കുക. പ്രഭാഷകൻ 37:12. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കുക. അടുത്തത് ബീന ചേച്ചിയാണ്. ചോദ്യം റെഡിയാണോ? റെഡിയാണ്. റെഡിയാണോ? ഓക്കെ. ചോദ്യം ഇതാ. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ശരിയാണ്. ശരിയാണോ? എങ്കിൽ ഏതാണ് വചനം? 2 കൊറിന്തോസ് 9:8.
2 കൊറിന്തോസ് 9 ശരിയാണെന്നാണ് പറഞ്ഞത്. 2 കൊറിന്തോസ് 9:8 എന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം ഈ വചനം ശരിയാണോ തെറ്റാണോ എന്നത്. നോക്കുക, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുവാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ശരിയാണ്. ആ വചനവും ശരിയാണ്. 2 കൊറിന്തോസ് 9:8. കൈയടിക്കുക എല്ലാവരും. സ്കോർ 10 മാർക്ക്. 10 ആണ്. 6 ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞു. ഈ റൗണ്ട് പൂർണ്ണമാകുകയാണ്. നമുക്ക് ഈ സ്കോർ എന്താണെന്ന് നോക്കാം. ഒരു അധികം വലിയ ടെൻഷൻ ഇല്ലാതെ പോയ ഒരു റൗണ്ട് തന്നെയാണ്. എളുപ്പമായിരുന്നു എന്നതും ശരി തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്കോർ എന്ന് നോക്കാം. ലോഗോസ് പ്രതിഭ 2024 ആദ്യ റൗണ്ടായ ഡിസണൻസ് ഇവിടെ സമാപിക്കുമ്പോൾ നമ്മുടെ മത്സരാർത്ഥികൾ കരസ്ഥമാക്കിയിരിക്കുന്ന സ്കോർ ഇങ്ങനെയാണ്. ലിസ് മരിയ തോമസ് 10 മാർക്ക്, ലിയ ട്രീസ ഈ റൗണ്ടിൽ സ്കോർ ചെയ്തിട്ടില്ല. അടുത്ത റൗണ്ടിൽ തീർച്ചയായും ലിയ സ്കോർ ചെയ്യുന്നതാണ്. ഷിബു തോമസ് 10 മാർക്ക്, ആനി ജോർജ് 5 മാർക്ക്, കിസ്മോൻ സണ്ണി 10 മാർക്ക്, ടീന ഡേവിസ് 10 മാർക്ക്.